ഹലോ ഗൈസ്, എല്ലാവർക്കും എക്സ്പ്രസ് സീരീസിൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്കൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ എപ്പിസോഡിൽ പോയി ഡ്രാഗനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി എനിക്ക് ലേറ്റർ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 25ാമത്തെ എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലും. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ട് അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് ഫാംസൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. പിന്നെ എനിക്ക് പനിയായിരുന്നു ഗൈസ്. ഓക്കെ, ആ പനിയായിരുന്ന സമയത്ത് ഞാൻ വെറുതെ കളയാണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ നെതറിൽ പോയിട്ട് ഈ ഒരു നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാനുള്ള ടെംപ്ലേറ്റ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ തന്നെ എനിക്കൊരു ഹോഴ്സിനെ കിട്ടിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അവനെ ഞാൻ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു മഞ്ഞ ഹോഴ്സ്, എനിക്കറിയത്തില്ല എന്തായാലും. പിന്നെ ഞാൻ എൻ്റെ അയൺ ഫാം ഒന്ന് റീബിൽഡ് ചെയ്തായിരുന്നു. മറ്റേ സ്ഥലത്ത് അയൺ ഫാം ഞാൻ ഉണ്ടാക്കിയിരുന്ന സമയത്ത് അയൺ ഗോളംസ് എല്ലാം പുറത്തായിരുന്നു സ്പോൺ ആയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് നല്ല ഡ്രോപ്സ് ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കി. എന്നിട്ടും ഇവിടെ അയൺ ഗോളംസ് സ്പോൺ ആവുന്നില്ല, എല്ലാം പുറത്ത് സ്പോൺ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലീവ്സ് ഒക്കെ വെച്ചേക്കുന്നത്. എന്നിട്ടും എല്ലാം പുറത്താണ് സ്പോൺ ആവുന്നത്. എല്ലാത്തിനും ഞാൻ തന്നെ കൊന്നിട്ട് ഇതിനകത്ത് കൊണ്ടിടും. ഇതിനകത്ത് സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഷീപ്പ് ഫാമിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കണ്ടോ ഗൈസ്, നിങ്ങൾ തന്നെ നോക്ക് ഇതിൻ്റെ ഡ്രോപ്പ്. ഓക്കെ, ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ ഇത് കിട്ടി. പിന്നെ ഇവിടെ കുറേ വീറ്റും വളർന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എങ്ങാനും വന്ന് ഹാർവെസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കും ഗൈസ്. അതിനുള്ള റീസോഴ്സസ് നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. 7 ഫർണസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്മെൽട്ടറാണ് ഇത്. ഓക്കെ, എൻ്റെ ക്യാരറ്റ് എല്ലാം മറന്നു നിൽക്കൊണ്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ കുറച്ചൊന്ന് ഡയറക്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം ഒരു സ്മെൽട്ടർ. പിന്നെ ഞാനിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള റീസോഴ്സസ് മാത്രമേ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാദർ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ നമുക്കത് ഉണ്ടാക്കാം. റീസോഴ്സ് എല്ലാം കംപ്ലീറ്റ് അടിച്ചിട്ട് നമുക്കിത് അവിടെ നിന്ന് ഉണ്ടാക്കി വെക്കാം ഗൈസ്. ഇത് മൊത്തം പൊടിച്ചെടുക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതടിച്ചിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാം ഗൈസ് ഈ ഒരു സംഭവം. നമ്മുടെ കയ്യിരിക്കുന്ന ബാക്കിയുള്ള സാധനം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ കയ്യിലോട്ട് എടുക്കാം. ആദ്യം നമുക്ക് കളക്ഷൻ ഏരിയ ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഷവലെടുത്തിട്ട് ഒരു 7 ബ്ലോക്ക് ഒഴിക്കണം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ രാത്രി ആയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, ഈ 7 ഹോപ്പർ കൂടെ വെച്ചിട്ട് വെക്കണം തുടങ്ങാം. 1 2 3 4 5 6. ഓക്കെ, 7 ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഫർണസ് വെക്കണം. ഞാൻ ഇപ്പോൾ കിടന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കിനി ഒരു 7 ഫർണസ് നിരത്തി അങ്ങ് വെക്കണം ഗൈസ്. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിലോട്ടും ഒരു 7 ഹോപ്പർ നിരത്തി വെക്കണം. ഓക്കെ, ഇതിൻ്റെ മുകളിലും നമ്മൾ 7 ബ്ലോക്ക് ഹോപ്പർ വെക്കണം. അതിനുശേഷം നമ്മൾ റെയിൽ വെക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, ഇതുപോലെ റെയിൽ വെക്കാനായിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം. ഓക്കെ, രണ്ടിടത്തും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് റെയിലാണ് വെക്കേണ്ടത് ഗൈസ്. അവിടെ വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, റെയിൽ നമ്മൾ രണ്ടിടത്തും വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ടാക്കണം. പിന്നെ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് എപ്പോഴും പവർ ചെയ്ത് വെക്കുകയും ചെയ്യണം ഗൈസ്. ഒരു സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് പവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ഓഫ് സ്വിച്ചാണ് ഉണ്ടാക്കേണ്ടത് ഗൈസ്. ഓക്കെ, ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവത്തില്ലെന്ന് തോന്നുന്നു. വർക്കാവത്തില്ല ഗൈസ്. രണ്ടിടത്തും കത്തുന്നില്ല ഗൈസ്. ഒന്ന് തിരിച്ച് വെച്ചാൽ സംഭവിക്കും. ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് തിരിച്ച് വെക്കാം ഗൈസ്. ഇതിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വർക്കാവുമോ? ഓക്കെ, ഇത് ഇവിടെ മാത്രം കത്തുന്നുണ്ട്. നമുക്ക് താഴെ 2 ഇതും കത്തണം ഗൈസ്. ഓക്കെ, ഇതൊന്ന് പൊട്ടിച്ച് മുകളിലൊന്ന് വെച്ചോ ഗൈസ്, ഇതിൻ്റെ അടിയിൽ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഒന്ന് പൊടിച്ച് മാറ്റാം ഗൈസ്. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് താഴെ ഒന്ന് വെച്ച് നോക്കാം ഈ ഒരു ബ്ലോക്കിൻ്റെ അടിയിൽ. ഇപ്പോൾ ഇത് കത്തിയിട്ടുണ്ട്, താഴത്തെയും കൂടെ അതെ കത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൈൻകാട്ട് വെക്കണം. രണ്ടിടത്തും വെക്കാം ഗൈസ്. മൈൻകാട്ട് വെച്ച് ഹോപ്പർ. ഇനി നമുക്ക് ഇത് ഓണാക്കി നോക്കാം. ഇതിപ്പോൾ വർക്കാവുന്നുണ്ടോ? അതെന്തോന്നു? ഓക്കെ, ഇപ്പോൾ വർക്കാവാൻ വേണ്ടതാണ്. വർക്കാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഓഫ് ചെയ്തിട്ടേക്കാം ഗൈസ്. ഓക്കെ, ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻകാട്ടല്ല ഇനി നമുക്ക് ചെസ്റ്റ് വെക്കാം ഗൈസ്. നമുക്ക് ഫ്യൂവലും മറ്റേ
ഈ കത്തിക്കാനുള്ള സംഭവം കൂടെ വെക്കേണ്ട ഒരു ചെസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വർക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും 2 സ്റ്റേക്ക് കോൺ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മട്ടൻ കൂടെ നിറച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് വർക്കാകുന്നുണ്ട് ഗൈസ്. എല്ലാം കാട്ടി തീർന്നിട്ട് എല്ലാം സ്മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കും. എല്ലാം കുക്കായി തീർന്നു. ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. അതെ, വന്നിരിക്കുന്നുണ്ട് ഗൈസ് എല്ലാ കുക്കഡ് മട്ടൺസും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് റീസോഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഒരു ബിൽഡ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഗൈസ്, ഈ ക്രിയേറ്റീവ് മോഡിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വലിയ ടൈമൊന്നും എടുത്തില്ല ഗൈസ്, പെട്ടെന്ന് തന്നെ തീർന്ന് എല്ലാ പണിയും കൂടെ. പിന്നെ ഇത്ര കുറച്ച് റീസോഴ്സ്, ഞാൻ എടുത്ത റീസോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെക്കാനായിട്ട്. പിന്നെ ലീവ്സ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ സൈഡിൽ മറ്റേ ഈ ഒരു ഫർണസ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലാസ് വെച്ചപ്പോൾ എന്തോ ഒരു ബോറായിട്ട് തോന്നി, ഞാൻ പൊട്ടിച്ച് മാറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡ് മാത്രം എനിക്ക് ബ്ലാങ്ക് ആക്കി ഇട്ടേണ്ടി വന്നു. പിന്നെ ഞാൻ റൂഫായിട്ട് വെച്ചേക്കുന്ന ഈ ഒരു സ്ലാബാണ് ഗൈസ്, ഈ റോക്ക് സ്ലാബ്. പിന്നെ ഞാൻ ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പാണ് ഗൈസ്. ഇത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് വെച്ചേക്കാം ഗൈസ് ഈ ഒരു പ്ലാങ്ക്സ്. ഓക്കെ, അതുകൂടെ വെച്ചപ്പോഴത്തേക്കും കുറച്ച് രസമുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇനി മുകളിലത്തെ ചെസ്റ്റിനകത്ത് നമുക്ക് ഈ ഒരു ഫുഡും താഴത്തെ ചെസ്റ്റിനകത്തേക്ക് നമുക്ക് ഫ്യൂവൽ നിറക്കണം ഗൈസ്. ഇവിടെ ലൈറ്റ് കുറവ് ഗൈസ്, ഞാൻ കുറച്ച് ലൈറ്റ് എടുത്തിട്ട് വരാം. ഈ കോർണേഴ്സിലുള്ള ഈ ഒരു വോൾസിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ലാൻഡ് വെക്കാം ഗൈസ്. ഓക്കെ, ഇവിടെയും കൂടെ എണ്ണം വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ വെക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലായിടത്തും ലൈറ്റും വെച്ചു. നമ്മൾ ബിൽഡ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലൈറ്റ് ഇവിടെ വെച്ചപ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ കാണാൻ ഭംഗി. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത്ര നേരം ബിൽഡ് ചെയ്തിട്ടുള്ള സമയത്ത് അവിടെ കുറച്ച് ഫാംസ് ഒക്കെ വർക്കായിട്ടുണ്ടാകും ഗൈസ്. ആ ഒരു ഫാംസിൽ എത്ര ഡ്രോപ്പ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീറ്റ് ഫാം ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, നല്ല ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് 40, പിന്നെ കുറേ സീഡും ഉണ്ട് 3-4 സ്റ്റാക്ക്. നെതർ വാർട്ടും ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 4 സ്റ്റാക്കായി. 4 സ്റ്റാക്കും പിന്നെ 34 എണ്ണം കൂടെ ഉണ്ട്. ഇനി നമ്മുടെ അൾട്ടിമേറ്റ് ഫാം ഗൈസ്, അൾട്ടിമേറ്റ് ഷീപ്പ് ഫാം. ഇപ്പം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ നോക്കാം ഗൈസ്. ആരെങ്കിലും ഒന്ന് തിന്നടേ, ഗ്രാസ് തിന്നെ. എനിക്കിപ്പോൾ വീഡിയോ കാണിക്കണം എന്നുണ്ട്. ഓക്കെ, കണ്ടോ വീണ്. ഓക്കെ, പിന്നെ തിന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു പ്രാവശ്യം തിന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിന്നുകൊണ്ടിരിക്കും ഗൈസ്. അതുകൊണ്ട് പെട്ടെന്നാണ് ഡ്രോപ്സ് എല്ലാം വീഴുന്നത്. പിന്നെ നല്ല രീതിക്ക് ഉണ്ട്. ഇത്രയും റൂൾസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.